നമസ്കാരം. നമ്മുടെ ജാർഖണ്ഡിലെ പള്ളിയിൽ മാസക്കുർബാന നടത്തുന്നുണ്ടേ. ബജരംഗദളുകാരും എല്ലാവരും കൂടിയിട്ട് ഇത്തവണ വളരെ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട്. ഒക്ടോബർ 1 ബുധനാഴ്ച തന്നെ നടത്തിയിട്ടുണ്ട്. സിതേംഗ ജില്ലയിലെ തുങ്കേതിയിലുള്ള സെൻറ് ജോസഫ് പള്ളിയിൽ മുഖം മൂടി ധരിച്ചു വന്നിട്ടാണ് 12 പേര് കൂടിയിട്ട് നല്ല രീതിയിൽ വളരെ ഗംഭീരമായിട്ട് കുർബാന നടത്തി കൊടുത്തിട്ടുണ്ട്. ഇവർ അടി വാങ്ങിക്കാൻ തയ്യാറായിട്ട് നടക്കുകയാണ്. ഈ അടി വാങ്ങിച്ച് കെട്ടുന്ന ആളുകളോട് അടി വാങ്ങിച്ച് കെട്ടിക്കഴിഞ്ഞിട്ട് പിന്നാലെ ആൾക്കാർ പോകുന്നുണ്ട്. അവരോട് പറഞ്ഞാൽ നമ്മുടെ കർത്താവായിട്ടുള്ള യേശുക്രിസ്തു അടി വാങ്ങിച്ച് കെട്ടിയില്ലേ എന്ന്. അപ്പം ഇങ്ങനെയൊക്കെയാണ് വളർത്തേണ്ടത്. അപ്പം യേശുക്രിസ്തു ആകാൻ വേണ്ടിയിട്ടാണോ അവർ പോകുന്നത്? അടി കിട്ടാൻ വേണ്ടിയിട്ടാണോ പോകുന്നത്? ചോദിച്ചു വാങ്ങിക്കുകയാണ്. ഒരു അടി എത്രയായി കിട്ടുന്നു, എത്ര സ്ഥലങ്ങളിൽ നിന്നായി കിട്ടുന്നു? മാനമില്ല ഇവർക്ക്. ഇവരെന്ത് കോപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉത്തരേന്ത്യയിൽ പോകുന്നത്? നമസ്കാരം. ജാർഖണ്ഡിലെ തുതേങ്കി ഒരു സ്ഥലത്തിൻ്റെ പേര് നമുക്ക് വായിൽ കൊള്ളുന്നില്ല. തുതേങ്കി എന്ന സ്ഥലത്ത് ഉള്ള പള്ളിയിൽ അവിടെയാണ് ഇപ്പോൾ അവിടെ 10-12 പേരുടെയും മുഖം മൂടി ധരിച്ചു വന്ന് കയ്യിൽ ആയുധങ്ങളുണ്ട്, വടിയും കുന്തവും എല്ലാ സാധനങ്ങളും കയ്യിലുണ്ട്. അത് കഴിഞ്ഞ് പള്ളിയുടെ ചാവിയും അവരുടെ കയ്യിലുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ചാവിയും അവരുടെ കയ്യിലുണ്ട്. വന്നവിടെ 12 പേര് ആ പള്ളി അടിച്ചു പൊളിച്ച് അകത്ത് കയറിയിട്ട് അതിനകത്തുള്ള പുരോഹിതന്മാർ 2 പേർക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിത് പറയുന്ന സമയത്ത് നമുക്ക് ഒരു വിഷമവും തോന്നുന്നില്ല കേട്ടോ, ഒരു വിഷമവും തോന്നുന്നില്ല. കാരണം എന്താണ്? ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമുണ്ട്. റെയിൽ പാളത്തുമ്പോൾ തല വെച്ച് കിടന്ന് എന്താ ഉണ്ടാവുക? ഇപ്പം നമ്മൾ പറയടാ ഇവിടെ റെയിൽ പാളത്തുമ്പോൾ തല വെച്ച് കിടക്കരുത് കേട്ടോ എന്ന് പറയും. കുഴപ്പമൊന്നുമില്ല, അവിടെ കിടന്നോ. ആ സമയത്ത് ട്രെയിൻ വന്ന് അവൻ്റെ തലയിൽ കൂടെ കയറി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അയ്യോ കഷ്ടം എന്ന് പറയില്ല. ഭ്രാന്തൻ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവനവൻ്റെ ജീവിതം അവനായിട്ട് ബലി കൊടുത്തു എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇവിടെയും അതുപോലെ സംഭവിക്കുന്നു. എത്ര അടിയായി കിട്ടുന്നവർക്ക് നാണവും മാനമുണ്ടോ ഇവർക്ക്? ഉത്തരേന്ത്യയിൽ എവിടെ പോയി കഴിഞ്ഞാലും ഈ വെളുത്ത ലോകിയുടെ ചെകുത്താന്മാരെ കണ്ടാൽ തിരിച്ചറിയാം. പിന്നെ അതുപോലെ തന്നെ ഇല്ലാത്ത മുടി ഉണ്ടാക്കി കാണിക്കുന്ന പോലെയാണ് വെയിലിട്ടിട്ടുള്ളത്. അതല്ല ഊരിക്കഴിഞ്ഞ മുട്ടച്ചികളാ. ആ മുടിയിൽ ഒരു കാര്യങ്ങളൊന്നുമില്ല, വെയിൽ കൊള്ളാണ്ട് കിടക്കുകയല്ലേ. പക്ഷേ ഈ വേഷം കെട്ടിയ അത് കണ്ടാൽ ഈ സാധാരണ വേഷത്തിൽ സാരി എടുത്ത് നടന്ന അങ്ങനെയുള്ള കുറേ ഇനി കന്യാസ്ത്രീകളുണ്ട്, അവർക്ക് പ്രശ്നമില്ല, അവരെ കണ്ടാൽ തിരിച്ചറിയില്ല. ഇത് കണ്ടാൽ തിരിച്ചറിയാം. ഇങ്ങനത്തെ വേഷവും കെട്ടിയിട്ട് അവിടെ പോകുമ്പോൾ നല്ല അടി എത്രയായി കിട്ടുന്നു. ഇത്തവണ 2 വൈദികന്മാർക്ക് അവരുടെ പുറമൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. അവരുടെ ആ ചിത്രം ഞാൻ പ്രദർശിപ്പിക്കുന്നില്ല, അതിൻ്റെ പുറക്കും പൊളിഞ്ഞിട്ടുണ്ട്. ജാർഖണ്ഡിലെ തുതേങ്കിയിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ ഒക്ടോബർ 1 ബുധനാഴ്ച അത്തിക്കാലത്ത് സിതേംഗ ജില്ലയിലെ തുതേങ്കിയിലുള്ള സെൻറ് ജോസഫ് പള്ളിയിലാണ് അതിക്രമിച്ച് കയറിയിട്ടുള്ളത്. പുരോഹിതന്മാരെ പിടിച്ചു നിർത്തി അവരോട് മന്ത്രങ്ങൾ ഓതാൻ പറഞ്ഞു. ഇവർ പറഞ്ഞ മന്ത്രങ്ങൾ ജയ് ശ്രീരാമൊക്കെ ആയിരിക്കുമല്ലോ, അത് അവർ കൊണ്ട് പറയാൻ പറഞ്ഞു. അവർ പറഞ്ഞിട്ടോ പറയാൻ അറിയില്ല, പറഞ്ഞിട്ടുണ്ടായിരിക്കണമല്ലോ. അടിപിഴ കിട്ടിക്കഴിഞ്ഞാൽ ആരും എന്തോണി വിളിച്ചു പറയുമല്ലോ. അത് കഴിഞ്ഞ് അവരെ ശാരീരികമായിട്ട് ആക്രമിച്ചു. 8 ലക്ഷം രൂപയാണ് അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയത്. 8 ലക്ഷം രൂപ അടക്കായിട്ട് ഒരു വീട്ടിൽ അംബാനിയുടെ അദാനിയുടെ വീട്ടിലുണ്ടാവുമോ? അതിൻ്റെ ലിക്വിഡ് ക്യാഷ് ഉണ്ടാകുമോ? അവരുടെ കയ്യിലുണ്ടാവില്ല. അവിടെ മറ്റേ അബുദാബിനായിട്ട് യൂസഫ് അലി സാഹിബിനോട് ചോദിക്കാൻ ഒരു 25,000 രൂപ തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പിന്നെ ചെക്കൊക്കെ തരും വേണമെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഗൂഗിളിൽ അയക്കുക അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അവരുടെ പൈസ ഉണ്ടാവില്ല. ഇത് 8 ലക്ഷം രൂപ അടക്കി വെച്ചിരിക്കുക. കള്ളത്തരമില്ലാതെ ഇവരൊക്കെ എന്താ ചെയ്യേണ്ടത്? വരേക്കും ഇവർ പൈസ വെച്ച് കളിക്കുകയാണ്, ആളുകളെ പ്രലോഭിപ്പിക്കുകയാണ്. അവിടെയുള്ള ആൾക്കാരെ, പ്രത്യേകിച്ച് ആദിവാസി ഭാഗങ്ങളിലുള്ള ആൾക്കാരെ വളഞ്ഞിട്ട് പിടിക്കുകയാണ് ചെയ്യുന്നത്. ഒരേ ഭാഗങ്ങൾ നമ്മളുടെ മറ്റേ ഉത്തരപൂർവ്വ ഭാഗമുണ്ടല്ലോ, ഗോഹട്ടി എന്നൊക്കെ പറഞ്ഞ ആസാം, അരുണാചൽ പ്രദേശ് എന്നിത്യാദി ഭാഗങ്ങളൊക്കെ ഇവർ കീഴടക്കി കഴിഞ്ഞു. അതിങ്ങനെ താഴോട്ട് വന്ന് അവസാനം ഒറീസ ആ ഭാഗങ്ങളിലൊക്കെ. അതായത് വലിയ ശ്രദ്ധ മറ്റുള്ളവരെ അത്രയും പതിപ്പിക്കാത്ത സ്ഥലങ്ങളിൽ പോയിട്ടാണ് ഇവരുടെ ഈ പരിപാടി ഇവർ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഈ RSSൻ്റെ ഒരു പരിപാടിയുണ്ട്, വനവാസി കല്യാണാശ്രമം. അവരിതുപോലെ തന്നെ എല്ലായിടത്തും തുളച്ച് കയറുന്നുണ്ട്. അവിടെ കയറുന്ന ഇവരെവിടെയെങ്കിലും പോകുന്നുണ്ടോ അതിൻ്റെ റിപ്പോർട്ട് കിട്ടും, അവിടെ ചെല്ലും, തല്ലും, പിടിച്ചങ്ങോട്ട് തല്ലുകയാണ്. അല്ലാണ്ട് പോലീസ് സ്റ്റേഷനിൽ അവിടെ ഇവിടെ ഏൽപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഏതായാലും ലക്ഷക്കണക്കിന്
രൂപ 8 ലക്ഷം രൂപ എന്നാ കണക്ക്. അപ്പോൾ തന്നെ അതിനകത്ത് എന്തൊക്കെയോ ദുരൂഹ്യതയുണ്ടല്ലോ. മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ അവരുടെ മൊബൈൽ, അതുപോലെ തന്നെ ഒരു ലാപ്ടോപ്പ് സാധനങ്ങളെയും കൊള്ളയടിച്ചു. അതോട് മാത്രമല്ല, ഇങ്ങോട്ടെന്തിനും എടുത്തുകൊണ്ടും അങ്ങോട്ടെന്തിനും കൊടുക്കണമല്ലോ, അതൊരു മര്യാദയല്ലേ. ആ മര്യാദ ഒരു കാണിച്ചിട്ട് നല്ല പൂശി വെച്ച് കൊടുത്തിട്ടുണ്ട്, മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം. പൊതുസുരക്ഷയെക്കുറിച്ചും മതസ്ഥാപനങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നതിനെക്കുറിച്ചും ഈ ആക്രമണ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. ഒരാശങ്കയുടെ ആവശ്യമില്ല. 20 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ കയ്യും കാലും ഒടിയും. വല്ല സംശയമുണ്ടോ അതിനകത്ത്? ഇതുപോലെ അവർ എടുത്തു ചാട്ടാണ് നടത്തിയിട്ടുള്ളത്. തീക്കുണ്ടത്തിലേക്ക് എടുത്ത് ചാടുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതാണ് ഇപ്പോൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവരെ പറഞ്ഞു വിടുന്ന ആൾക്കാരുണ്ടല്ലോ, അവന്മാർ പോവില്ല. എന്നിട്ട് അവർ പറയും നമ്മുടെ കർത്താവായുള്ള യേശു ക്രിസ്തു മറ്റേ ലോകർക്ക് വേണ്ടി ത്യാഗം ചെയ്തു. അയാളുടെ കയ്യും കാലും ഒടിച്ചിട്ടുണ്ട്. തൂങ്ങിക്കിടക്കുന്ന സമയത്ത് അയാളുടെ മുട്ടുകാല് തല്ലി ഒടിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. പകുതി ജീവനായിട്ട് കിടക്കണം, അതായത് ബോധയ്ക്കും പോയിട്ടുണ്ടാവും, മുട്ടുകാല് തല്ലി ഒടിച്ചിട്ടുണ്ട്, പള്ളയ്ക്ക് നല്ല കുത്തും കുത്തിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് തൊലി ഉരിഞ്ഞെന്നാ പറയുന്നത്. അയാളുടെ തൊലി ഉരിഞ്ഞിട്ട് ഈ അടിക്കുന്ന ചാട്ടയുടെ മുമ്പിൽ ഇങ്ങനത്തെയുള്ള കുളത്തുകളുണ്ട്, അത് വെച്ചിട്ട് അടിക്കുന്നത്. തൊലി ഉരിഞ്ഞിട്ടുണ്ട്, കെട്ടിയിട്ടിട്ട് അടിച്ചിട്ടുള്ളത്. ഇതും കഴിഞ്ഞ് തലയിൽ ഒരു ആണി അടിച്ചിറക്കി, ആണിയല്ല മറ്റേ മുള്ളിൻ്റെ ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് അടിച്ചിറക്കി, എന്നിട്ട് കൊണ്ടാണ് കെട്ടി തൂക്കുന്നത്. അത് കയ്യും കാലും വലിയ ആണി അടിച്ചിട്ട് കെട്ടി തൂക്കിയിട്ടാണ് കയ്യും കാലും ഒടിച്ചിട്ടുള്ളത്. പിന്നെ പറയുന്നത് ആ ഒരു സഹനമാണ് യേശു ക്രിസ്തുവിനെ മഹാരാജാവാക്കി മാറ്റിയത്, ഈ ലോകത്തിൻ്റെ രാജാവാക്കി മാറ്റിയത്. അപ്പം നിങ്ങൾ അടികൊള്ളണം. അങ്ങനെയാണ് നമ്മുടെ മതത്തെ വളർത്തേണ്ടത്. നിങ്ങൾ അടികൊള്ളണം, തല്ലുകൊള്ളണം. ചത്താലെന്താ, നമ്മുടെ മതം വളർന്നാൽ മതിയല്ലോ എന്നും പറഞ്ഞ് വിറ്റാളെ പിരികേറ്റെന്ന് പറയില്ല. മസ്തിഷ്ക പ്രക്ഷാളനം എന്നുള്ള വാക്ക് പറയാൻ ഞാൻ തെറ്റിയോ ഞാൻ പറഞ്ഞത്? അതന്നെ എനിക്ക് പറയാറില്ല. മസ്തിഷ്ക പ്രക്ഷാളനം. ബുദ്ധിയിട്ട് കലക്കിയിട്ട് അതൊന്നും പറയേണ്ട സുഖം. പീര് പിടിപ്പിക്കുക എന്ന് പറയില്ല, പീര് പിടിപ്പിക്കുക. അങ്ങനെ പീര് പിടിപ്പിച്ച് വിറ്റളെ ഉത്തരേന്ത്യയിലേക്ക് അയക്കും. അവിടെ തല്ലുകൊണ്ട് റിപ്പോർട്ട് അയക്കുക, ഞങ്ങൾക്കും തല്ലി കിട്ടി. പണ്ട് ഞങ്ങൾ ചിന്മയാമിഷൻ ആശ്രമം ഉണ്ടായിരുന്നു. അപ്പോൾ ചിന്മയാമിഷനിൽ പഠിക്കുന്ന സമയത്ത് ചിന്മയാനന്ദൻ സ്വഭാവമുണ്ട്. ഒരാൾ നന്നായിട്ട് കാണാപ്പാടമായിട്ട് ഗീത ചൊല്ലിക്കഴിഞ്ഞാൽ വെരി ഗുഡ് നിങ്ങൾ വിളിച്ചിട്ട് ചൂടിലുണ്ടാണ് വെരി ഗുഡ് ഒരടി കൊടുക്കും. അങ്ങനെ ഒരു സന്തോഷമാണ്. അതിൽ പല ആൾക്കാരും ഉണ്ട്. കോവിലൊരു ദിവ്യാനന്ദ ഉണ്ട്, അങ്ങനെ പറയാം, പുറങ്ങാണ് ജഗണ്ടോ വിവേകാനന്ദ തല്ലീതാ, അല്ല മറ്റേ ചിന്മയാനന്ദ സ്വാമി തല്ലീതാ. അതൊരു കുറച്ച് തമാശയും കുറച്ച് കാര്യമായിട്ടാണ്. അങ്ങനെ ദേഷ്യം വന്നാൽ ചിലപ്പോൾ ചൂടുള്ളോണ്ട് വെച്ച് കൊടുക്കും, സ്നേഹം ഉണ്ടെങ്കിൽ അത് ചൂടുള്ളോണ്ട് ചിലപ്പോൾ ഒന്ന് വെച്ച് കൊടുക്കും, മെട്ടിക്കെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ മെടുക്കെന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ അവിടെ നിന്ന് അടി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്തോ വലിയൊരു ഡിഗ്രി കൂടിയ പോലെയാണ്. പ്രീ ഡിഗ്രി കഴിഞ്ഞ പിന്നെ മറ്റേ ഗ്രാജുവേഷൻ ഉണ്ടല്ലോ, അത് കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടല്ലോ, അതുപോലെയാണ്. അടി കെട്ടിക്കഴിഞ്ഞാൽ ആ അടിയുടെ അളവ് അനുസരിച്ചിട്ടാണ് ഇവർക്ക് പേരും പെരുമയുണ്ടാവും. തിരിച്ചു വരുന്ന സമയത്ത് ഇവർക്ക് സ്വീകരണം. അടി കിട്ടിയവരല്ലേ, അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥത്തിലുള്ള വക്താക്കളല്ലേ, അതിൻ്റെ പേരിൽ സ്വീകരണം. ഈ സ്വീകരണം വലിയ കാര്യമായിട്ട് ഏറ്റുവാങ്ങാൻ ഞങ്ങളില്ലെന്ന് പറഞ്ഞിട്ടാണ് നാളെ അനുപമ സിസ്റ്റർ എന്ന് പറയില്ല, ഇപ്പോൾ അനുപമ സഹോദരി എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലെ അനുപമ അനീതി. അവരും 5-6 പേരും കൂടിയിട്ട് അവരിറങ്ങിപ്പോകാനുള്ള കാരണം എന്താ? ഈ അടി മാത്രമായി ബാക്കി. അടികളിൽ ഈ ലോകത്തിലാണ് ജീവിക്കേണ്ടത്. ഇത് കഴിഞ്ഞ് വേറൊരു ലോകം ഉണ്ട് അത്ര. എല്ലാവരും പറയുന്നുണ്ട്, ഹിന്ദുക്കൾ പറയുന്നുണ്ട്, വൈതരണി നദിയൊക്കെയും കടന്ന് കുംഭി ഭാഗത്തിൽ കിടന്ന് അതിനുശേഷം പിന്നെ സ്വർഗത്തിലേക്ക് എത്താം, സ്വർഗത്തിനപ്പുറത്ത് മോക്ഷം. സമ്മതിച്ചു സുഹൃത്തെ, സന്യാസിമാരോടൊക്കെ ഞാൻ പറഞ്ഞത് സമ്മതിച്ചു. മോക്ഷം അതവിടെ ഉണ്ടല്ലോ, അതിനെ അടുത്താവാം. ഏതായാലും ഈ ജന്മം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യുക. പക്ഷെ അതിന് ഇവിടുത്തെ ആൾക്കാർ അനുവദിക്കുന്നില്ല. എല്ലാ മതസ്ഥരും പറയണം അവിടെ ഏതൊരു കോപ്പർ സ്വർഗമുണ്ട്, അത് ഏറ്റവും വലിയ രസം. കെടാത്ത വിളിച്ചിട്ടുണ്ട്, പിന്നെ എന്തായാലും സുഖമുള്ളത്. വാടാത്ത പൂക്കളുണ്ട്, പിന്നെ എന്തായാലും സുഖമുള്ളത്. മദ്യപ്പുഴയുണ്ട് എന്ന് പറയുന്നുണ്ട്, ഖുറാനിലോ മറ്റോ പറയേണ്ടത് പറയുന്നത് എനിക്കറിയില്ല, ഇങ്ങനെ പറഞ്ഞു കേട്ടുള്ള കാര്യമുള്ളൂ. അതിപ്പോൾ എന്തിനാ മദ്യപ്പുഴയോ അല്ല അപ്സര സുന്ദരിമാർ വല്ലപ്പുഴയ്ക്ക് ഒരെണ്ണത്തിന് കിട്ടുമ്പോഴല്ലേ ആസ്വാദനമുള്ളൂ. ഒരു വീട്ടിൽ 5-6 പെണ്ണുങ്ങൾ ഇടത്തും വലത്തായിട്ട് കിടന്നാൽ അതിൽ എന്താ ആസ്വാദനം എനിക്കറിയില്ല കേട്ടോ. അല്ല മദ്യപ്പുഴ വല്ലപ്പോഴും ഒരു പെഗ്
അതിൽ 2 പെഗ് അതല്ലേ സുഖമുള്ളൂ. പക്ഷേ നമ്മൾ കിണറ്റിൽ നിന്ന് മുക്കി കുടിക്കുന്ന പോലെ മദ്യം ഉണ്ടെങ്കിൽ പിന്നെ ആ മദ്യത്തിന് വല്ല സുഖമുണ്ടോ? അപ്പോൾ ഇതൊക്കെയും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പീര് പിടിപ്പിച്ച വീട്ടുകളെ അയക്കുന്നത്. തല്ലും കൊണ്ട് തിരിച്ചു വരും. ചിലപ്പോൾ തല്ലും കൊണ്ട് തിരിച്ചു വന്നാൽ എണീറ്റ് അടക്കാൻ പോലും പറ്റാത്ത തല്ലൊക്കെ ചിലടത്ത് കിട്ടുക. ഇപ്പം നാളെ 2 പിടിച്ചിട്ട് മറ്റേ ജയിലിൽ കൊണ്ടിട്ടു. അപ്പം കേസ് നടക്കാൻ കേസ് അടുത്തൊന്നും വരുന്ന വിടാൻ പോണേ എന്നയുടെ കേസാണ്. ഇരകളായി തീർന്ന പുരോഹിതന്മാർ ഒന്ന് ഫാദർ ഡീൻ തോമസ് സോറങ്. സോറങ് എന്നൊക്കെ പറയുമ്പോൾ അവിടത്തുകാർ തന്നെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് പോയിട്ട് മതം മാറ്റി അവർക്ക് അച്ചമ്പട്ടം കൊടുത്ത് അങ്ങനെയും തോന്നുന്നുണ്ട്. യുവജന മാർഗനിർദ്ദേശത്തിൽ ഏർപ്പെട്ടിരുന്ന യുവപുരോഹിതനായിട്ടുള്ള ഫാദർ ഇമ്മാനുവൽ ബാഗ്വാർ, അവർക്കാണ് നല്ല അടി കിട്ടിയിട്ടുള്ളത്. കയ്യൊക്കെ ഒടിഞ്ഞിട്ടുണ്ട് അവരുടെ. ഉടൻ തന്നെ അവരെ അടുത്തുള്ള ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇരുവരും നിലവിൽ അപകടസന്ധിയിലൊന്നുമല്ല എങ്കിലും ആക്രമണം അവിടെ പുരോഹിതന്മാർക്കും സമൂഹത്തിനുണ്ടാക്കിയ മാനസികാഘാതം ചെറുതല്ലെന്ന് പള്ളി വക്താക്കൾ പറഞ്ഞു. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ല അവിടെ പോയാൽ തല്ലുകൊള്ളുന്നു. എടുത്ത് തീക്കുണ്ടത്തിലേക്ക് ചാടുമ്പോൾ ആലോചിക്കണ്ടേ നിങ്ങൾ? പൊള്ളും എന്ന് ആലോചിക്കണ്ടേ? ചിലപ്പോൾ കരിഞ്ഞു പോകും എന്ന് ആലോചിക്കണ്ടേ? ഇതൊന്നും ആലോചിക്കാതെ എടുത്ത് ചാടുന്നത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ നിന്ന് പുറത്ത് ഇവരെന്ത് തന്നെ പറഞ്ഞാലും ഇവരുടെ സഹായങ്ങൾ, അതായത് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്ന കൽക്കട്ടയിൽ എല്ലാവരും അവളെ വിളിച്ചിരുന്ന അമ്മ എന്ന് വിളിച്ച ഏത് കോപ്പിലെ അമ്മയാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെയും മതം മാറ്റമായിരുന്നു. പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതാ. ആ ഭാഗം ആരും പറയില്ല. ഇവാഞ്ചലിസം 2000 വന്നിട്ട് വന്നതാണ് അവള്. ഫോറിനിൽ നിന്ന് വന്നതാണ്. ഇവിടെ വന്ന് കുറേ കാലം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെയുള്ള ബംഗികളുടെ വേഷവും ധരിച്ച് ഞങ്ങളങ്ങ് പാവങ്ങളാണ്, ഞങ്ങളങ്ങ് ഇവിടുത്തെ തോട്ടികളുടെ വേഷമാണ് ധരിക്കുന്നതെന്ന് പറയാം. തോട്ടികളുടെ വേഷം മോശമൊന്നുമല്ല, നല്ല രീതിയിൽ ധരിച്ച വല്ല മോശമുണ്ടോ? തോട്ടികളുടെ വേഷം അത് നല്ല രീതിയിൽ ധരിച്ച് നല്ല റോയൽ ലൈഫാണ് നയിച്ചിരുന്നത്. മതം മാറ്റം എന്നൊരു എലിമെൻ്റ് അതിനകത്തൊരു വർക്കൗട്ട് ആയിട്ടില്ലെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. ഒരാളും തല്ലാൻ വരില്ല, ഒരാളും കൊല്ലാനും വരില്ല. പക്ഷെ നിങ്ങൾ മതം മാറ്റത്തിൻ്റെ വക്താക്കളാണ്. നിങ്ങൾ ഇരയിട്ട് മീൻ പിടിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് ഈ പടപടപടന്ന് അടി കിട്ടുന്നത്. വെറുതെ ഒന്നും ആരും തല്ലില്ല. നിങ്ങൾ കേരളത്തിൽ കാണിച്ച് നമ്മൾ കണ്ടതാണല്ലോ. ഇടുക്കിയിലും പത്തനംതിട്ടയിലും കോട്ടയത്തൊക്കെ നിങ്ങൾ എത്ര എണ്ണത്തിന് വയനാട്ടിൽ എത്ര എണ്ണത്തിന് മതം മാറ്റി. വീടിനെ നെടുക പിളർത്തിയിട്ടില്ല. എനിക്കറിയാം. ഭർത്താവിനെ മതം മാറ്റും, അല്ലെങ്കിൽ ഭാര്യയെ മതം മാറ്റും, അല്ല പൈസ എന്തെങ്കിലും കൊടുത്തിട്ട്. ഭർത്താവ് ഹിന്ദു, ഭാര്യ ജന്തു, ഈ ഭാര്യ ക്രിസ്ത്യാനി, ഇങ്ങനെ എന്തെല്ലാം തരത്തിൽ. ഞാനൊരിക്കൽ വാരപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് ഒരു വീട്ടിലിരിക്കുക, കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവിടെ ഇതുപോലെ 2 കയറി വന്നു. അത് ഈ പെന്തക്കോസ് ഇതിലുള്ള കോമാളികളാണ്. അവർ കയറി ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ ഇവരെല്ലാവരും അപ്പം എന്നെ കണ്ടു. അപ്പം ഞാനിരുന്ന് ചിരിക്കുന്നേ ഉള്ളൂ. അവരൊക്കെ അവിടെ ഇരുന്നു. അപ്പം അതിൽ ഒരുത്തെന്ത് ചെയ്തു, വന്ന് കയറിയാണ് അവൻ്റെ ആ ബൈബിള് പുസ്തകം അവർ തുറന്നു. അപ്പോൾ ഒരു ബാഗിനകത്താണ് ബൈബിൾ ഇരിക്കുന്നത്. ആ ബാഗ് നല്ല ബാഗാണ് കേട്ടോ, ഇവർക്ക് ഫോറിൽ നിന്ന് കിട്ടിയതാണ്. അതിനകത്ത് ഈ ബൈബിൾ എടുത്ത സമയത്ത് ബൈബിളിലെ ഏടുകൾ പോലും പ്ലാസ്റ്റിക് ഏടുകളോ മറ്റോ സംശയമുണ്ട്. അത് അവർ തുറന്നു വായിക്കാൻ തുടങ്ങിയ സമയത്ത് ഇവർ പറഞ്ഞു, ഇത് ബൈബിളാണോ സിസ്റ്ററെ? ആ ബൈബിളാണ് മോനെ, ഇത് ബൈബിളാണ് മോനെ. ഞാൻ ഒന്ന് തൊട്ടോട്ടെ, ഒന്ന് കൈ കൊണ്ട് എടുത്തോട്ടെ? എടുത്തോളാൻ പറഞ്ഞു. അവൻ ആ ബാഗ് അടക്കം ആ ബൈബിള് അവൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ഇവർ വിചാരിച്ചു അത്യാവശ്യം ഇവിടുത്തെ ബിസിനസ് 1-2 ഇരകളെ ഇവിടുന്ന് കിട്ടുന്നതാണ് വിചാരിച്ചത്. ഇവൻ എന്ത് ചെയ്തു പറയും, ആ ബാഗും ആ ബൈബിളും അതിനകത്തുള്ള പേഴ്സും കൊണ്ടാവാൻ പോയി. അവിടെ വീടിൻ്റെ അടുത്തുള്ളതാണ്. പക്ഷെ അവിടെ കൂടിയിരിക്കുന്ന അയ്യോ എൻ്റെ ബാഗ് കൊണ്ടുപോയി, അയ്യോ എൻ്റെ ബാഗ് കൊണ്ടുപോയി. അവർ പറഞ്ഞ ഞങ്ങൾക്കറിയില്ല സിസ്റ്റർ അവരെ എവിടെ നിന്ന് വന്നതെന്ന്. അവൻ ആരാന്ന് അറിയില്ല. ഇവിടെ തന്നെ കൂടിയിരിക്കുമ്പോൾ അവനും കൂട്ടത്തിൽ വന്നു. അവൻ്റെ അഡ്രസ്സും അറിയില്ല, അവൻ്റെ പേരും അറിയില്ല, അവൻ്റെ വിലാസവും അറിയില്ല, ഒന്നുമല്ല. മൂഞ്ചി തൊലിഞ്ഞ് അവരിറങ്ങിപ്പോയി. ഇതുപോലെ തന്നെയാണ് കൊടുങ്ങല്ലൂർ. മതം മാറ്റാൻ വന്ന ആളുടെ കുത്തിരി പിടിച്ചിട്ടാണ്. കാണുന്ന സമയത്ത് നമുക്ക് തോന്നും അയ്യോ ഈ വെളുത്ത ലോഹയിട്ടിട്ടുള്ള അവർക്ക് ഹൈലി ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരല്ലേ, ക്രിസ്ത്യാനികളെങ്കിൽ ബഹുമാനിക്കുന്നവരല്ലേ, അവരെ കുത്തിരി പിടിച്ചിട്ട് ഇങ്ങനെ മേലോട്ടിട്ട് തൂക്കി നിലത്തിട്ട് അടിക്കാൻ പാടുണ്ടോ, ചെവിടുത്ത് അടിക്കാൻ പാടുണ്ടോ? ഇവർ സമൂഹത്തിൽ വിഷം കലർത്തുന്നവരാണ്. എന്തെങ്കിലും പുകയില്ലാത്ത അടുപ്പും മതും ഇതും കൊടുത്ത് പ്രലോഭിപ്പിച്ച് ആദിവാസികളുടെ ഇടയിൽ ചെയ്തിട്ടുള്ള കൊലകളെക്കുറിച്ചൊക്കെ ഞാൻ വലിയ വിധത്തിൽ ബോധവാനാണ്. കോഴിപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് മതം മാറ്റമായിട്ട് ചെന്ന സമയത്താണ് അവിടെ
അവിടെ മറ്റേ RSSകാർ മറ്റേ BJPക്കാരെങ്കിൽ ചെന്നിട്ടാണ് അവരിപ്പോൾ അവിടെ BJPക്കാരവിടെ കയറിയിട്ടുണ്ട്. ഇവരാണ് ഇവരെ ഈ RSകാർക്കൊക്കെയും ചുവന്ന പരവതാനി വിരിക്കുന്നത് ഇവര് നമ്മുടെ ലഹള ഉണ്ടാക്കും, മതം മാറ്റും, പിന്നെ RSകാർ പോയിട്ട് ഘർ വാപ്പച്ചി എന്നും പറഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരിക. ഇത് പാവപ്പെട്ട വിദ്യാഭ്യാസവും കാര്യങ്ങളില്ലാത്ത കാട് മാത്രം അറിയാവുന്ന നാടെന്താണെന്ന് അറിയാത്ത ആൾക്കാരുടെ ഇടയിൽ വന്നിട്ട് ഇവരുടെ അടി നടക്കുന്നത്. അതും പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ പോയിട്ട് ഇവർക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള ശേഷിയുണ്ടോ? നിയമപരമായിട്ട് മുന്നേറാനുള്ള ശേഷിയുണ്ടോ? പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്ത് അവിടുന്ന് അടി കിട്ടും. കാരണം ഉത്തരേന്ത്യയാണത്. ഉത്തരേന്ത്യയിൽ ആദ്യം മുതൽ മുടി വരെ ഇപ്പോൾ പ്രത്യേകിച്ചും അവിടെ RSS മയമാണ്, അവിടെ BJP മയമാണ്, അവിടെ കോൺഗ്രസ് ഉണ്ട്. കോൺഗ്രസിൻ്റെ ആൾക്കാർ പോലും പരസ്യമായിട്ട് ഒരു വിരൽ ഉയർത്തിയിട്ട് ചെയ്യുന്നത് തെറ്റാന്ന് പറയില്ല. അപ്പം അത് പറയാൻ പറ്റാത്ത അവസ്ഥകളാണ് അവിടെയുള്ളത്. അപ്പം എന്താ വേണ്ടത്? ബുദ്ധി ഉപയോഗിക്കണം, സംയമനത്തോട് കൂടിയിട്ട് ബാക്ക് ഫുട്ട് വെക്കണം. ഇപ്പം നമ്മൾ അവിടേക്ക് പോകണ്ട. ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ട് പറയാൻ വെച്ചാൽ BJP ഭരിക്കുന്നിടത്തോളം കാലം, BJPയുടെ ഭരണം ഈ രീതിയിൽ തുടരുന്നിടത്തോളം കാലം നമ്മുടെ ആൾക്കാരും അവിടേക്ക് പോകണ്ട. ഇത് കഴിഞ്ഞാൽ പോവാലോ, വേണ്ടത്ര മതം മാറ്റാലോ, കോൺഗ്രസ്സൊക്കെ വരുമ്പോൾ അവർക്ക് എന്തും ചെയ്യാലോ, ഒരു പ്രശ്നമില്ലല്ലോ. എന്തായാലും 8 ലക്ഷം രൂപ മോഞ്ഞ്, അടി കിട്ടിയത് വേറെ, പള്ളി തല്ലിപ്പൊളിച്ചത് വേറെ. ഇതൊക്കെ ചോദിച്ചു വാങ്ങുക എന്ന് പറയില്ലേ, ചോദിച്ചു വാങ്ങുക, അതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൊടുത്തവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നർത്ഥം. നമസ്കാരം.